ചൈന ഉറ്റ ചങ്ങാതിയായ മാലിദ്വീപിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. കടം വാങ്ങിയ $300 കോടി എത്രയും വേഗം നൽകിയില്ലെങ്കിൽ മാലിദ്വീപിലെ ഒരു ദ്വീപ് പിടിച്ചെടുക്കുമെന്നാണ് ചൈനയുടെ ഭീഷണി. പരസ്യമായ ഇന്ത്യ വിരുദ്ധ നിലപാടിനെ തുടർന്ന് ആഭ്യന്തര ടൂറിസം വരുമാന രംഗത്ത് വൻ തിരിച്ചടി നേരിട്ട മുഹമ്മദ് മൊയ്സു ഭരണകൂടം ഇപ്പോൾ ചൈനയ്ക്ക് മുന്നിൽ കൈയിട്ടടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കടക്കെണിയിൽ നിന്നും കരകയറാൻ ഇന്ത്യ സഹായിക്കണമെന്ന് കരഞ്ഞ ആവശ്യം ഉന്നയിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ നേതാവ് ഹസൻ ഖുറേഷി. മാലിദ്വീപിലെ സാഹചര്യം ഏറെ സങ്കീർണമാണ്. പണം കൊടുത്തില്ലെങ്കിൽ മാലിദ്വീപിലെ എന്തെങ്കിലുമൊക്കെ ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടി വരുമെന്ന സ്ഥിതിവിശേഷമാണിപ്പോൾ. നേരത്തെ ചൈനയിൽ നിന്നും കടം വാങ്ങിയ ശ്രീലങ്കയ്ക്കൊടുവിൽ ഹമ്പൻടോട്ട എന്ന തുറമുഖം തന്നെ തീരെഴുതി കൊടുക്കേണ്ടി വന്നിരുന്നു. ചൈനയിൽ നിന്നും പണം കടം വാങ്ങുന്നത് നല്ലതിനല്ലെന്ന് പണ്ടേ ലോകബാങ്ക് മാലിദ്വീപിന് താക്കീത് ചെയ്തിരുന്നു. ഈ മുന്നറിയിപ്പ് മറികടന്നാണ് ചൈന പ്രേമം തലയ്ക്ക് പിടിച്ച മൊയ്സു ഇപ്പോൾ സ്വയം പണിവാങ്ങി കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യയെ ചൊറിഞ്ഞ് 8ന്റെ പണി വാങ്ങിയ മാലിദ്വീപ് ഇപ്പോൾ കൈകാലിട്ടടിക്കുന്ന അവസ്ഥയിലാണ്. ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ തുടരുന്നതോടെ ഇന്ത്യൻ സെലിബ്രിറ്റികളടക്കം മാലിദ്വീപിനെ കൈവിട്ടു. ഇതോടെ മാലിദ്വീപിന്റെ മുഖ്യ വരുമാന മാർഗമായ ടൂറിസം രംഗവും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. അതിനിടെയാണ് പുതിയ പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ കൊഴിയുമ്പോൾ കൂടുതൽ ചൈനീസ് സഞ്ചാരികളെ അയക്കണമെന്നാണ് ചൈനയോട് മാലിദ്വീപ് ആവശ്യപ്പെട്ടത്. കൂടാതെ ചൈന മാലിദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലിദ്വീപിലേക്കുള്ള വിനോദയാത്ര കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു. മാലിദ്വീപ് ടൂറിസം മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 ഇന്ത്യയിൽ നിന്നാണ് രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത്. കഴിഞ്ഞ വർഷം 2,09,198 പേർ ദ്വീപിലെത്തി. 2,09,146 പേർ എത്തിയ റഷ്യ രണ്ടാം സ്ഥാനത്തും 1,87,118 പേർ എത്തിയ ചൈന മൂന്നാം സ്ഥാനത്തുമാണ്. മാലിദ്വീപിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിക്കുന്ന നടപടികളോട് ഇന്ത്യക്ക് തീരെ താല്പര്യമില്ല. വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത അയൽരാജ്യമാണ് മാലിദ്വീപ്. മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിക്കുന്ന അയൽരാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല പല കാര്യങ്ങൾക്കും മാലിദ്വീപ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ്. എന്നാൽ നിലവിൽ മാലിദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതും. മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദ്വീപ് രാഷ്ട്രത്തിന്റെ GDPയുടെ 28% ടൂറിസമാണ്. വിദേശ നാണ്യത്തിന്റെ 60% ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ പിന്തിരിഞ്ഞാൽ മാലിദ്വീപിന് സാമ്പത്തികമായി വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷം മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ $500 മില്യൺ വ്യാപാരമാണ് നടന്നത്. ഈ വർഷവും തുടർച്ചയായി വ്യാപാരം വർദ്ധിച്ചു വരികയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പിട്ടിരുന്നു. ഈ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാത്ത ചരക്കുകൾ ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്കാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനു പുറമെ മാലിദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇന്ത്യ വൻതോതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. 2023 ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് $410.2 മില്യൺ കയറ്റുമതി നടത്തിയപ്പോൾ $61.9 മില്യൺ ഇറക്കുമതി ചെയ്തത്. 2022 കയറ്റുമതി $495.4 മില്യൺ ഇറക്കുമതി $61.9 മില്യൺ മാലിദ്വീപ് പ്രധാനമായും സ്ക്രാപ്പ് ലോഹങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനു പുറമെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, റഡാർ ഉപകരണങ്ങൾ, പാറക്കല്ലുകൾ, സിമന്റ് തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ദ്വീപ് ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണത്തിന് മാലിദ്വീപ് ആശ്രയിക്കുന്നതും ഇന്ത്യയെ തന്നെ. അരി, മാവ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പഞ്ചസാര, കോഴി ഉൽപ്പന്നങ്ങൾ എന്നിവ മാലിദ്വീപ് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇതിനു പുറമെ പ്ലാസ്റ്റിക്, തടി നിർമ്മിത വസ്തുക്കളും മാലിദ്വീപ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മാലിദ്വീപിന് ഇന്ത്യ നിരവധി പ്രധാന സാമ്പത്തിക ഗ്രാന്റുകളും നൽകിയിട്ടുണ്ട്. നിസ്വാർത്ഥമായി വായ്പ നൽകിക്കൊണ്ട് ഇന്ത്യ മാലിദ്വീപിനെ സഹായിക്കുകയായിരുന്നു. അതേസമയം മറുവശത്ത് ചൈനയും മാലിദ്വീപിൽ പദ്ധതികൾ തുടങ്ങിയിരുന്നു. എന്നാൽ വൻതുക വായ്പ നൽകി രാജ്യത്തെ കടക്കെണിയിൽ മുക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തുടർന്നാണ് രാഷ്ട്രങ്ങൾക്ക് നൽകിയ കടം ചൈന തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നത്.